Okay. We discussed about ethics yesterday. So, software engineer in a software engineering field, they can concentrate about the uh, laws and some ethics. Four ethics we have discussed. What are they? Four ethics. What are they? First one is anyone? മാം ഒന്ന് റിപ്പീറ്റ് ചെയ്യോ, കേട്ടിട്ടില്ല. A software engineer in a software engineering field, they have followed some laws. Okay, mainly focusing four responsibilities. Four responsibilities. First one is confidentiality. Next one, unmuted കോമ്പറ്റൻസ്. സംസാരിച്ചു കേട്ടോ. ടെക്സ്റ്റ് മെസ്സേജ് അയക്കണ്ട, unmuted സംസാരിച്ചു. Competence. Next, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. intellectual property right. Next, ഷുഡ് നോട്ട് മിസ്യൂസ് ടെക്നിക്കൽ സ്കിൽസ്. computer misuse അല്ലേ. So you should not misuse your technical skills to misuse other people's computer. Okay. Then some organizations like ACM, IEEE, British Computer Society, another organization is British Computer Society. They publish some codes or principles for professional conduct or code of ethics. They are following 8 principles. 8 principles. First one is public. Next one is ക്ലയൻറ്റ് ആൻഡ് എംപ്ലോയർ ഷുഡ് മെയിൻറ്റെയിൻ എ റിലേഷൻ. client and employer maintain a relation. Then product, judgment, management, production, police, and they can also consider self itself. Okay. Here is some code of ethics. They can some organizations publish some rules and regulations. Here is the rationalist code of ethics. You have to just read it. Okay. Computers are central role in commerce in every field. They have provided some rules and regulations. Okay. You have to just read that. Actually, a company is responsible for developing safety critical systems. By all ethics can be maintained by all ethics can be maintained organization. Why? Some critical software system development, they can face some time pressure or falsify the safety validation records, etc. So organization completely എന്തായിരിക്കണം, ഒരു സോഫ്റ്റ്വെയറിന്റെ ഡെവലപ്മെന്റിലെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റിയും ഒരു ഓർഗനൈസേഷൻ ഏറ്റെടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ടൈം പ്രഷറോ ഉണ്ടോ അല്ലെങ്കിൽ കോഡ് എന്തെങ്കിലും ചേഞ്ചസ് ആയിക്കഴിഞ്ഞാലോ അത് ഹ്യൂമനെ കംപ്ലീറ്റ് ആയിട്ട് എഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് കമ്പനിയാണോ ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത് അതിന്റെ മാനേജ്മെന്റ് ആ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ കംപ്ലീറ്റ് എത്തിക്സ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആരെ ഏറ്റെടുക്കണം? നമ്മൾ ഏത് കമ്പനിയാണോ അത് ഡെവലപ്പ് ചെയ്യുന്നത് അവരുടെ ഏറ്റെടുത്തിട്ടുണ്ടാവണം. അതുകൂടി നിങ്ങൾ ആ എത്തിക്സിന്റെ കേസിൽ പറയണം. പിന്നെ വേറൊരു മെയിനായിട്ടുള്ള പ്രോബ്ലം പറയുന്നത് എന്നത് ഹലോ വോയിസ് അത്ര ക്ലിയർ അല്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പക്ഷെ ഒരു ക്ലാരിറ്റി കുറവാ, ചിലത് മനസ്സിലാവുന്നില്ല. ഓക്കെ. ഓക്കെ. another ethical issue എന്ന് പറയുന്നത് some development of military and nuclear systems. Okay, they can some people feel strongly about the issues. They do not wish to participate in military and nuclear systems. അതെന്തുകൊണ്ടായിരിക്കും? ഇപ്പൊ നമ്മുടെ വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കുന്ന ഓർഗനൈസേഷൻസ് ഉണ്ടാവും അല്ലെ,
അപ്പോൾ ആ വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കുന്ന ഓർഗനൈസേഷനിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഡെവലപ്പേഴ്സ് ഒന്നും കംപ്ലീറ്റ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ദേ ഡു നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഡിഫൻസ് സിസ്റ്റം. എന്തായിരിക്കും കാരണം? എന്തായിരിക്കും റീസൺ? എന്തായിരിക്കാം? ഇപ്പൊ മിലിറ്ററി വെപ്പൺസ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അത് നാഷണൽ സെക്യൂരിറ്റീനെ എഫക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും. നാഷണൽ സെക്യൂരിറ്റീനെ എഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള വെപ്പൺസും മെറ്റീരിയൽസും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഡെവലപ്പേഴ്സും ഒന്നും ആ ഇതിൽ ഓപ്പറേറ്റ് ചെയ്യില്ല. ബിക്കോസ് അവർക്കൊരു എന്താ നമുക്കൊരു പേടിയായിരിക്കും, അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം സംഭവിക്കുമോ, അത് ഹ്യൂമൻ എഫക്ട് ചെയ്യുമോ, അല്ലെങ്കിൽ നാഷണൽ ഇന്റർനാഷണൽ എന്തെങ്കിലും എഫക്ട് ചെയ്യുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുന്ന കേസിൽ both employers and employees should make their views known to each other in advance. ആദ്യമേ കാര്യങ്ങൾ പറയണം, ഇങ്ങനെയുള്ള വെപ്പൺസ് ഒക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, സോ നിങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണോ എന്ന് അവരോട് ചോദിക്കണം. സോ അവർ എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ the employees must be willing to accept any work assignment they can work with that. എങ്കിലും മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻസ് ഉള്ള ആൾക്കാരൊന്നും കൂടുതലായിട്ട് ഇത്തരം സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ കോപ്പറേറ്റ് ചെയ്യാറില്ല. ഓക്കെ, അതും ഒരു സോഫ്റ്റ്വെയർ എത്തിക്സിന്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഷുഡ് മേക്ക് ദർ വ്യൂസ് ആൻഡ് നോൺ ടു ഈച്ച് അതർ. ദേ വിൽ എഗ്രി അല്ലെങ്കിൽ ദേ വിൽ മസ്റ്റ് ബി വില്ലിംഗ് ടു ആക്സെപ്റ്റ് എനി ടൈപ്പ് ഓഫ് വർക്ക് അസൈൻമെന്റ്സ്. അങ്ങനെയുള്ള ആളുകൾ മാത്രമേ എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ, ഇങ്ങനെയുള്ള ഡിഫൻസ് ആക്ടിവിറ്റീസിന്റെ സോഫ്റ്റ്വെയർ ക്രിയേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ ആ ഒരു പോയിന്റ് കൂടി നിങ്ങൾ എന്തിൽ മെൻഷൻ ചെയ്യണം? സോഫ്റ്റ്വെയർ എത്തിക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എത്തിക്സ് ഓഫ് ഡെവലപ്പിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഏരിയയിൽ നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, ഹിയർ ഈസ് ദ കേസ് സ്റ്റഡി, സോ ഇറ്റ് വിൽ ഡിസ്കസ് ലേറ്റർ. ഓക്കെ, നെക്സ്റ്റ് software process model. Software process model. Already we know what is software process. What is a software process? What do you mean by software process? What is software process? Process used in software development. Process used in software development. A software process is a set of related activities that leads to the production of a software system. Software development help ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? സോഫ്റ്റ്വെയർ പ്രോസസ് എന്ന് പറയുന്നത്. There is no universal applicable software process. There is no universally applicable software process. There are 4 activities including fundamentals of software engineering activities. ഏതൊക്കെയാണത്? സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആക്ടിവിറ്റീസിലെ 4 ഫണ്ടമെന്റൽസ് ഏതൊക്കെയായിരുന്നു? First one is software specification. The functionality of the software and the constraint operation must be defined. Specification, നമ്മുടെ requirements എന്താണോ ആ requirements പറയുന്നതാണ് specification എന്ന് പറയുന്നത്. Okay, next is software development. The software meet the specification must be produced. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അതാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. നെക്സ്റ്റ് സോഫ്റ്റ്വെയർ വാലിഡേഷൻ. സോഫ്റ്റ്വെയർ മസ്റ്റ് ബി വാലിഡേറ്റഡ് ടു എൻഷുർ ഇറ്റ് ഡസ് വാട്ട് കസ്റ്റമർ വാണ്ട്സ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഡെവലപ്ഡ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഇസ് ദെയർ എനി എറർ ഓർ നോട്ട് ചെക്ക് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്? സോഫ്റ്റ്വെയർ വാലിഡേഷൻ. Another one is software evolution. Software must evolve to meet changing customer needs. അതായത് നമ്മുടെ മെയിൻ്റനൻസ്, അപ്ഡേഷൻസ്, ഇപ്പോൾ ലൈഫ് ലോങ് സോഫ്റ്റ്വെയർസ് ഒക്കെ ആണെങ്കിൽ വി ഹാവ് ടു മെയിൻറ്റെയിൻ ഇറ്റ് അല്ലേ, അല്ലെ അപ്ഡേറ്റ് ഇറ്റ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനാണ് നമ്മൾ സോഫ്റ്റ്വെയർ എവല്യൂഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 steps ആണ് വി ഹാവ് ടു ഫോളോ ഇൻ എ സോഫ്റ്റ്വെയർ പ്രോസസ് ആക്ടിവിറ്റി. These activities are complex activities. Okay, they include the sub-activities like validation, architectural design, unit testing. Okay, process also includes other types of activities like configuration management,
പ്രൊജക്ട് പ്ലാനിങ്, സപ്പോർട്ട് പ്രൊഡക്ഷൻ ആക്ടിവിറ്റി. ഈ പറയുന്ന 4 കാര്യങ്ങൾക്ക് പുറമെ ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ടുള്ള 4 കാര്യങ്ങളാണ് പറഞ്ഞത്: സ്പെസിഫിക്കേഷൻ, ഡെവലപ്മെന്റ്, വാലിഡേഷൻ, എവല്യൂഷൻ. ഇതിന് പുറമെ സബ് ആക്ടിവിറ്റീസ് ഓൾസോ പെർഫോംഡ്. ഓക്കെ, സബ് ആക്ടിവിറ്റീസ്. ആ സബ് ആക്ടിവിറ്റീസ് ആണ് ഏതാണ്? ആർക്കിടെക്ചറൽ ഡിസൈന്, യൂണിറ്റ് ടെസ്റ്റിംഗ്, പിന്നെ കോൺഫിഗറേഷൻ മാനേജ്മെന്റ്, പ്രൊജക്ട് പ്ലാനിങ്, സപ്പോർട്ട് പ്രൊഡക്ഷൻ ആക്ടിവിറ്റി, ഇങ്ങനെയൊക്കെ പറയുന്നത്. അതായത് ഇതിനുള്ളിൽ വരുന്ന സബ് പാർട്ട്, ഓരോന്നിനും ഉള്ളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സബ് ആക്ടിവിറ്റീസ് ആണ് ഇത്. സം കണ്ടീഷൻസ് ഇൻഫ്ലുവൻസ് ദ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ്. ചില കണ്ടീഷൻസ് നമ്മുടെ ഈ സോഫ്റ്റ്വെയർ പ്രോസസ്സിനെ എഫക്ട് ചെയ്യാറുണ്ട്. അതിൽ മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൊഡക്ട്സ് ഓർ ഡെലിവറബിൾസ്. പ്രൊഡക്ട്സ് ഓർ ഡെലിവറബിൾസ് എന്താണ് ഈ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദേ ആർ ദി ഔട്ട്കംസ് ഓഫ് ദി പ്രോസസ് ആക്ടിവിറ്റി. നമ്മൾ എന്ത് പ്രോസസ്സാണോ ചെയ്യുന്നത് അതിന്റെ ഔട്ട്കം. ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട്. ഔട്ട്കം മീൻസ് ഔട്ട്പുട്ട്. പ്രൊഡക്ട്സ് ഓർ ഡെലിവറബിൾസ് ഇതൊക്കെ എന്താ പറയുന്നത്? സം കണ്ടീഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസസ് ദി സീക്വൻസ് ഓഫ് പ്രോസസ് ആക്ടിവിറ്റി. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊഡക്ട്സ്. Products are the outcome of process activity. For example, an outcome of activity means an architectural design. Architectural design. It may be a model of the software architecture. നമ്മൾ എന്തെങ്കിലും ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ ഡെവലപ്പ് ചെയ്യും. ജസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ ഇത് പ്രൊഡക്റ്റ്. പക്ഷെ അതായിരിക്കും പിന്നെ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ ആയിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ജസ്റ്റ് എന്തെങ്കിലും മോഡൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ. But it must be accepted as the model of the software architecture. Okay. Another point is roles reflect the responsibility of the people involved in the process. Some roles and responsibilities of people involved in the process, like project manager, configuration manager, programmer. ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ റോൾസ് ഉണ്ടാവില്ലേ? ആ റോൾസ് ആയിരിക്കും പിന്നെ പ്രോസസ്സിൽ മെയിൻ ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ ആ കോഡ് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്രോഗ്രാമർ ഉണ്ടാവും. അപ്പൊ ആ പ്രോഗ്രാമറുടെ റോൾസും റെസ്പോൺസിബിലിറ്റി ആയിരിക്കും പിന്നെ ആ കോഡിൽ, അതായത് ആ സോഫ്റ്റ്വെയറിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രീ ആൻഡ് പോസ്റ്റ് കണ്ടീഷൻസ് ആർ ഹോൾഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ പ്രോസസ് ആക്ടിവിറ്റി. ഒരു സോഫ്റ്റ്വെയറിന് പ്രീ കണ്ടീഷൻസും ഉണ്ട്, പോസ്റ്റ് കണ്ടീഷൻസും ഉണ്ട്. പ്രീ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിലാണ് ഈ ആർക്കിടെക്ചറൽ ഡിസൈൻസ്, ഡാറ്റ മോഡൽസ് ഡെവലപ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ അതിനെപ്പറ്റിയുള്ള ഒരു ഐഡിയ ഉണ്ടാക്കില്ലേ? ആ ഐഡിയ ഡെവലപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ പ്രീ കണ്ടീഷൻ. പോസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പോസ്റ്റ് കണ്ടീഷൻ ആണ് UML മോഡൽ ഡിസ്ക്രൈബിംഗ് ദി ആർക്കിടെക്ചർ. ഓക്കെ, പോസ്റ്റ് കണ്ടീഷനിൽ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ മോഡൽ ഉണ്ടാക്കുക. UML മോഡൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. വാട്ട് ഈസ് UML മോഡൽ? യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ്. ഓക്കെ, പോസ്റ്റ് കണ്ടീഷൻസിൽ എന്താ വരിക? ഇറ്റ് വിൽ ഡിസ്ക്രൈബ് ദി ആർക്കിടെക്ചർ വി ഹാവ് ഡെവലപ്ഡ് യൂസിങ് UML മോഡൽ. പ്രീ കണ്ടീഷനിൽ നമ്മൾ ആ റിക്വയർമെന്റ്സിനെ കുറിച്ചൊരു പ്ലാനിങ് ഉണ്ടാക്കുക, അതാണ് പ്രീ കണ്ടീഷൻ. യൂസിങ് സം ആർക്കിടെക്ചർ ഡിസൈൻ ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഓൾഡ് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കുക, ഐഡിയ ക്രിയേറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് പ്രീ കണ്ടീഷൻ. നെക്സ്റ്റ്, പോസ്റ്റ് കണ്ടീഷൻ മീൻസ് we can describe about the architecture or we can review about the architecture we have created. അപ്പോൾ ത്രീ ഫണ്ടമെന്റൽസ് ആണ്, അല്ലെങ്കിൽ ത്രീ കണ്ടീഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസസ് ദി സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻ എ സോഫ്റ്റ്വെയർ പ്രോസസ്. ഫസ്റ്റ് വൺ ഇസ് പ്രൊഡക്റ്റ് ഓർ ഡെലിവറബിൾസ്. They are the outcome of the process activity, output. Next one, roles reflect the responsibilities of people involved in the process. Third one, pre and post conditions that must hold and before and after the process activity. Okay, so three conditions are software process activities help ചെയ്യുന്നത്. Okay, next, there are two types of process models. Okay, all process can be categorized into two types. First is plan driven,
And another one is agile process. All types of process models can be categorized into two types. First one, plan driven. Another one is agile process model. The name itself we can understood what is plan driven. What do you mean by planning? എന്താ പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഏതെങ്കിലും ഒരു മെത്തേഡിന്റെ അണ്ടറിലായിരിക്കും അതിന്റെ മോഡൽ ഇൻക്ലൂഡ് ചെയ്യുക. ഒന്നുകിൽ പ്ലാൻ ഡ്രിവന്റെ അല്ലെങ്കിൽ അജൈൽ പ്രോസസ്സിന്റെ. വാട്ട് യു മീൻ ബൈ പ്ലാൻ ഡ്രിവൻ? ആ പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും? ഇറ്റ് ഇസ് എ ട്രഡീഷണൽ മെത്തേഡ്. ഓക്കെ, പ്ലാൻ ഡ്രിവൻ ഇസ് എ traditional method. It is also called as it is a heavyweight method. Heavyweight method. It is a traditional method. It is also called as heavyweight method. എന്തായിരിക്കും പ്ലാൻ ഡ്രിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്ലാൻ ഡ്രിവൻ മീൻസ് പ്രോസസ് ആർ അല്ലെങ്കിൽ all the process activities are planned in advance and the progress is measured against the plan. All process activities are planned in advance and progress is measured against this plan. നമ്മൾ എന്ത് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയും പ്ലാൻ ചെയ്യും. ഏത് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയും പ്ലാൻ ചെയ്യും. അതായത് ആ പ്ലാനിങ്ങിന്റെ ബേസിലാണോ പ്രോസസ്സ് നടക്കുന്നതെന്ന് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് കോൾഡ് പ്ലാൻ ഡ്രിവൺ മെത്തേഡ്. All process activities are planned in advance and the progress is measured against this plan. There are so many real life activities in plan driven method. You have to construct a large building. Okay, നമുക്കൊരു ബിൽഡിംഗ് ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്യും? ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പ്ലാനിങ് നടത്തുക അല്ലെ? എന്തൊക്കെ പ്ലാൻ ചെയ്യും? നമ്മൾ ഫസ്റ്റ് ഡിസൈൻ ചെയ്യും അല്ലെ? ആർക്കിടെക്ട് ഡിസൈൻ ചെയ്യും ബിൽഡിംഗ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ദി റിക്വയർമെന്റ്സ് ഓഫ് എ കസ്റ്റമർ. അപ്പൊ അതാണ് നമ്മുടെ റിയൽ ലൈഫ് എക്സാമ്പിൾ. പ്ലാൻ ഡ്രിവൺ എന്ന് പറയുന്നതിന്റെ മെയിൻ എക്സാമ്പിൾ ആണ് കൺസ്ട്രക്ഷൻ ഓഫ് എ ലാർജ് ബിൽഡിംഗ്. എന്താണ്? ആർക്കിടെക്ചർ ഡിസൈൻസ് ദി ബിൽഡിംഗ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ദി റിക്വയർമെന്റ് ഓഫ് എ കസ്റ്റമർ. ഓക്കെ, ഇറ്റ് ഇസ് എ മോർ ഫോർമൽ സ്പെസിഫിക് അപ്രോച്ച് ഫോർ ക്രിയേറ്റിംഗ് എൻ ആപ്ലിക്കേഷൻ. It's a very formal approach for creating application. നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് ഫോളോ ചെയ്ത് നടത്തണം. അതിനാണ് നമ്മൾ എന്ത് പറയാ? പ്ലാൻ ഡ്രിവൺ എന്ന് പറയാം. ബിഫോർ ക്രിയേറ്റിംഗ് സോഫ്റ്റ്വെയർ യു മസ്റ്റ് ഡെവലപ്പ് എ കംപ്ലീറ്റ് പ്ലാൻ അബൌട്ട് ദാറ്റ്. ആഫ്റ്റർ ദാറ്റ് യു വിൽ ക്രിയേറ്റ് ദി സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ യു വിൽ ഇംപ്ലിമെന്റ് ദി സോഫ്റ്റ്വെയർ. ഓക്കെ, ദിസ് ഇസ് കോൾഡ് പ്ലാൻ ഡ്രിവൺ മെത്തേഡ്. എന്തൊക്കെ സ്റ്റെപ്സ് ആയിരിക്കും പ്ലാൻ ഡ്രിവണിൽ ഉണ്ടാവുക? The project broken into stages. The first step is the project broken into different stages or tasks. Okay, the task broken into composite. Task is also broken into composite modules. Individual task activities estimation. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ് പ്രൊജക്റ്റിനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു സ്റ്റേജസ് ആക്കി മാറ്റും. ആ സ്റ്റേജസിൽ തന്നെ നമ്മൾ സബ് ആക്ടിവിറ്റീസ് ക്രിയേറ്റ് ചെയ്യും. ദെൻ അതിൻ്റെ ആ പ്രോസസ് ആക്ടിവിറ്റിന്റെ എസ്റ്റിമേഷൻ ഉണ്ടാക്കും. എസ്റ്റിമേഷൻ. ഓക്കെ, നെക്സ്റ്റ് അഗ്രിഗേഷൻ അബൌട്ട് ദി ടോട്ടൽ എഫേർട്ട്. അഗ്രിഗേഷൻ ഓഫ് ദി ടോട്ടൽ എഫേർട്ട്. ദെൻ ഡീറ്റെയിൽഡ് പ്ലാൻ. നെക്സ്റ്റ് പ്രോസസ് മോണിറ്റർ ബൈ controlling. Process monitoring, controlling. Then risk management, validation, verification. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നടത്തും. എന്തൊക്കെയാ പറഞ്ഞത്? ഒരു കംപ്ലീറ്റ് ഒരു ഫുൾ പ്രൊജക്റ്റിൽ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് സ്റ്റേജസ് ആക്കിയിട്ട് മാറ്റും. ആ സ്റ്റേജസിനെ തന്നെ വീണ്ടും സബ് ആക്ടിവിറ്റീസ് ആക്കിയിട്ട് മാറ്റും. എന്നിട്ട് അതിന്റെ ടോട്ടൽ എസ്റ്റിമേഷൻ എത്രയാണെന്ന് നോക്കുക. ടോട്ടൽ എഫേർട്ട് എത്ര എടുക്കണം എന്ന് നോക്കുക. നമ്മൾ ഓരോ ടാസ്കിനും എത്രമാത്രം എഫേർട്ട് എടുക്കണം. ചിലത് വേഗം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ചിലത് കുറെ ടൈം എടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം എത്ര എഫേർട്ട് ഓരോ ടാസ്കിന് കൊടുക്കണം എന്നുള്ളത് നോക്കണം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് പ്ലാൻ ഉണ്ടാക്കണം, കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ. ഇനി ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്യണം. മോണിറ്റർ ചെയ്താൽ മാത്രം പോരാ, അതിനെ കൺട്രോൾ ചെയ്യണം. എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യും. അതിനകത്തുള്ള റിസ്ക് ഫാക്ടേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. റിസ്ക് ഫാക്ടേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം, വെരിഫൈ ചെയ്യണം,
എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വാലിഡേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇതാണ് ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ. സാധാരണ നമ്മൾ റിയൽ ലൈഫ് എക്സാമ്പിൾസിൽ ചെയ്യുന്ന ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ. ദീസ് മെത്തേഡ്സ് will fully followed in a plan driven method. Complete planning ഉണ്ടായിരിക്കണം. It is a traditional method. It is also called as heavy weight method. Heavy weight method. Real life example ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലാർജ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് agile process. Agile process means planning is incremental. Planning is incremental and it is easier to change the process to reflect the changing customer requirements. ഒന്നും പ്ലാൻഡ് അല്ല, അജൈൽ ആണ്. പ്ലാനിങ് ഇസ് ഇൻക്രിമെന്റൽ ആണ്. അപ്ഡേഷൻസ് വരുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റങ്ങൾ വരുത്താം. ഓക്കെ, ഇറ്റ് ഈസ് ഈസിയർ ടു ചേഞ്ച് ദി പ്രോസസ് ടു റിഫ്ലക്ട് ദ ചേഞ്ചിങ് ഓഫ് കസ്റ്റമർ റിക്വയർമെന്റ്. കസ്റ്റമറിന്റെ റിക്വയർമെന്റ്സ് വരുന്നതിനനുസരിച്ചിട്ട് യു ഹാവ് ടു ചേഞ്ച് ദി മെത്തേഡ്സ്, അല്ലെങ്കിൽ ചേഞ്ച് ദി പ്ലാൻ, ചേഞ്ച് ദി ഡിസൈൻ. അതിന് നമ്മൾ എന്ത് പറയാ, അജൈൽ പ്രോസസ്. അജൈൽ പ്രോസസ് പ്ലാൻ ഡ്രിവൺ ആണെങ്കിൽ കംപ്ലീറ്റ്ലി പ്ലാൻഡ് ആയിരിക്കും. ആ പ്ലാനിനനുസരിച്ചിട്ട് മാത്രമേ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഫോളോ ചെയ്ത് വരുന്ന ട്രഡീഷണൽ മെത്തേഡാണത്. നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ് അല്ലേ പ്ലാൻ ഡ്രിവൺ എന്ന് പറയുന്നത്. പ്ലാൻ ചെയ്യുക എന്നിട്ട് വർക്ക് ചെയ്യുക. അജൈൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഇസ് ഇൻക്രിമെന്റൽ ആണ്. ഇറ്റ് ഇസ് ഈസി ടു ചേഞ്ച് ഓൾസോ ബിക്കോസ് വി ക്യാൻ ചേഞ്ച് ദി മെത്തേഡ് അക്കോർഡിംഗ് ടു ദി റിക്വയർമെന്റ് ഓഫ് എ കസ്റ്റമർ. കസ്റ്റമറിന്റെ റിക്വയർമെന്റ്സിനനുസരിച്ച് നമുക്ക് ഇത് മാറ്റാൻ പറ്റും. അപ്പൊ രണ്ട് മെയിൻ ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. ആ മെത്തേഡ്സിന്റെ അണ്ടറിലാണ് ഇനി വരുന്ന സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. Some models are including both, sometimes plan driven, otherwise agile process. ചില മോഡൽസ് ഈ രണ്ടിലും വരും, പ്ലാൻ ഡ്രിവണും ആവാം അജൈലും ആവാം. ചിലത് കംപ്ലീറ്റ്ലി അണ്ടർ പ്ലാൻ ഡ്രിവൺ ഓർ അജൈൽ പ്രോസസ്. ഓക്കെ, സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽ, we can call it as software development life cycle. Software process model, we can sometimes call it as software development life cycle, shortly SDLC model. SDLC model. Software process model, sometimes call it as software development life cycle or SDLC model. SDLC model. First, we can concentrate on plan driven method. Okay, plan driven method. After that, agile process. Okay, first plan driven method has some advantages and disadvantages. You have to note down some advantages. Plan driven methods are suitable for large systems. Plan driven methods are suitable for large systems. It handles highly critical system effort. Plan driven method എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാം ലാർജ് ഡെവലപ്മെന്റിലാണ്. അത് മാത്രമല്ല, അത് ക്രിട്ടിക്കൽ സിസ്റ്റം ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യില്ലേ, ഹൈലി ക്രിട്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ വേണ്ട സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡിഫൻസ് ആക്ടിവിറ്റി അല്ലെങ്കിൽ മിലിറ്ററി ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള സിസ്റ്റംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്ലാൻ ഡ്രിവൺ എടുക്കുക. കാരണം എന്താ, അത് പ്ലാൻ ചെയ്തിട്ട് മാത്രം വർക്ക്ഔട്ട് ചെയ്താലേ അതിന് ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എവിടെ എത്തില്ല. അപ്പോൾ ഹൈലി റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സേഫ്റ്റി വേണ്ട സിസ്റ്റങ്ങളിലൊക്കെ നമ്മൾ പ്ലാൻ ഡ്രിവൺ മെത്തേഡ്സ് ആണ് ഫോളോ ചെയ്യുക. ഓക്കെ, ഇറ്റ് ഈസ് എൻ അപ്രോപ്രിയേറ്റ് മെത്തേഡ് ഫോർ സ്റ്റേബിൾ ഡെവലപ്മെന്റ്. It's an appropriate method for stable development. This method requires experienced person. Okay. The success achieved through structure and order. Some advantages. First one, suitable for large systems. It can handle highly critical system effects. Third one is, it is appropriate for stable development. Fourth one, require
experienced person and the success achieved through structure and order. പ്രോപ്പർ ആയിട്ടുള്ള ഓർഡറും സ്ട്രക്ചറും ഉണ്ടെങ്കിൽ മാത്രമേ അത് കംപ്ലീറ്റ് പ്ലാൻഡ് ആവുള്ളൂ. വെറുതെ പ്ലാൻ ചെയ്തുകൊണ്ട് കാര്യമില്ല, ഓർഡർ ആയിട്ട് തന്നെ പ്ലാൻ ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട ടാസ്ക് ഏതാണ്, സെക്കൻഡ് ചെയ്യേണ്ട ടാസ്ക് ഏതാണ്, ആ ഓർഡർ വൈസ് സ്ട്രക്ചറിൽ തന്നെ പറയണം. അല്ലെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടതും ലാസ്റ്റ് ചെയ്യേണ്ടതും അടുത്തടുത്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അത് ഫെയിലർ ആയിരിക്കും. അപ്പൊ സ്ട്രക്ചേർഡ് ആയിരിക്കണം, ഓർഡർ വൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, സം ഡിസഡ്വാൻറ്റേജ് ഓൾസോ ദർ. It can't accommodate changes anytime. നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ്സിൽ പറ്റില്ല. കാരണം എന്താ, നമ്മൾ കംപ്ലീറ്റ് പ്ലാൻഡ് ആണ്. അപ്പൊ അതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാൻ പറ്റില്ല. അപ്പോൾ ഇറ്റ് can't accommodate changes anytime. It also has lack of user involvement. അപ്പൊ ഒരു എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ അത് പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു യൂസറിന് വന്നിട്ട് അല്ലെങ്കിൽ വേറൊരാൾക്ക് വന്നിട്ട് അതിൽ ചേഞ്ചസ് വരുത്തണം എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആൾക്കാർ പ്ലാൻ ചെയ്ത് വെച്ചതാണ്. അപ്പൊ അത് തെറ്റാണ് അല്ലെങ്കിൽ അതിൽ ഇന്ന മാറ്റങ്ങൾ വരുത്തണം എന്ന് വേറൊരാൾക്ക് അല്ലെങ്കിൽ മറ്റ് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ മറ്റ് ക്ലയൻസിനൊക്കെ വന്നിട്ട് അതിൽ ഒരു ഒപ്പീനിയൻ അധികം പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ can't accommodate changes anytime, lack of user involvement. Then it is costly for dynamic development. Very costly method for dynamic development, and future changes will not occur in this method. Dynamic environment എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോഴും ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എൻവയോൺമെന്റ് ആണ് അല്ലെ, എപ്പോഴും ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ആ എൻവയോൺമെന്റിൽ കൊണ്ടുപോയിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേഞ്ചസ് വരുന്നതിനനുസരിച്ചിട്ട് ഈ മെത്തേഡ്സ് മാറ്റേണ്ടി വരും. അപ്പൊ ആ ഒരു പ്രോബ്ലം ഉണ്ട്. ഡൈനാമിക് എൻവയോൺമെന്റ് ഇറ്റ് ഇസ് നോട്ട് സ്യൂട്ടബിൾ ആൻഡ് ഫ്യൂച്ചർ ചേഞ്ചസ് വിൽ നോട്ട് ഓക്കർ. ഭാവിയിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് പറ്റില്ല. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, അതിന്റെ ബേസ് മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. എന്തൊക്കെയാണ്? ഇറ്റ് കാൺട്ട് അക്കോമഡേറ്റ് ചേഞ്ചസ് എനി ടൈം, lack of user involvement, it is costly for dynamic development, and future changes will not occur. We are discussing two methods, plan-driven method and agile process. There are no right or wrong for software process. ഒരു മെത്തേഡ് നല്ലതാണെന്നോ അല്ലെങ്കിൽ ശരിയാണെന്നോ ആ മറ്റേ മെത്തേഡ് തെറ്റാണെന്നോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. According to the nature of software, we can select any one of the methods. ഓക്കെ, നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ നേച്ചറിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, മെത്തേഡ് സെലക്ട് ചെയ്യുന്നുണ്ടാവുക. either plan driven or agile process. ഒരു മെത്തേഡ് നല്ലതാണ് അല്ലെങ്കിൽ മറ്റേ മെത്തേഡ് മോശമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. According to the nature of software, we can select either one of the process. Okay, a famous model comes under plan driven method. A traditional famous model comes under plan driven method, that is called waterfall model. Okay, it is a fundamental process activity for specification, development, validation and evolution, and represent them as separate process phases for requirement, specification, software design, implementation and testing. എന്താ പറഞ്ഞത്? വാട്ടർഫാൾ മോഡൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്ലാൻ ഡ്രിവൺ മെത്തേഡ്. ഓക്കെ, ഇറ്റ് കൺസിഡർ all the process activities like specification, development, validation, evolution. നമ്മൾ പറഞ്ഞ 4 പ്രോസസ് ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡാണ് വാട്ടർഫാൾ മോഡൽ. അത് മാത്രമല്ല, it has a separate process phase for specification, software design, implementation, testing. ഈ ഓരോ കാര്യങ്ങൾ നടത്തണം, സെപ്പറേറ്റ് ആയിട്ട് ഫേസ് ഉണ്ട് അതിന്. വാട്ടർഫാൾ മോഡൽ എന്ന് പറയുന്നത് പ്ലാൻ ഡ്രിവന്റെ അണ്ടറിൽ വരുന്ന വെരി ഫേമസ് മെത്തേഡാണ്. 4 പ്രോസസ് ആക്ടിവിറ്റീസും
മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു പ്രോസസ് മോഡൽ കൂടിയാണ് വാട്ടർഫാൾ മോഡൽ. അതുമാത്രമല്ല, ദേ ക്യാൻ ഹാവ് separate phases for software design, implementation, testing. Another model is incremental development. This approach interleaves the activities of specification, development, and validation. Okay, this method interleaves the activities of specification, development, and validation. Interleave ആണ്, അതായത് ഇടകലർന്നിട്ടാണ്. ഈ മെത്തേഡ്സ് ഒക്കെ സ്പെസിഫിക്കേഷൻ ആയാലും ഡെവലപ്മെന്റ് ആയാലും വാലിഡേഷൻ ആയാലും ഒക്കെ they can interleave the activities. The system is developed as series of versions, with each version adding functionality to the previous version. Incremental model ആണ്, incremental development. Okay, the system is developed through series of versions. പല വേർഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മെത്തേഡ്സ് ആണ് ഇൻക്രിമെന്റൽ ഡെവലപ്മെന്റ്. അതായത് പ്രീവിയസ് ഫേസിലേക്ക് കൂടുതൽ ഫങ്ഷണാലിറ്റീസ് ആഡ് ചെയ്യാം. ദേ കാൻ ആഡിങ് ഫങ്ഷണാലിറ്റി ടു ദ പ്രീവിയസ് വേർഷൻ. അതായത് നമ്മൾ അപ്ഡേഷൻ ഒക്കെ നടത്തില്ലേ, അപ്പോൾ നമ്മുടെ പ്രീവിയസ് മെത്തേഡ്സിൽ അപ്ഡേഷൻസ് ഇൻക്ലൂഡ് ചെയ്ത് ചേർക്കുക ചെയ്യാം, എംബഡ് ചെയ്ത് ചേർക്കുക ചെയ്യാം. പുതിയതായിട്ട് മെറ്റീരിയൽ ഉണ്ടാക്കലല്ല, ഓൾറെഡി ഉള്ള മെത്തേഡിലേക്ക് കൂടുതൽ ഫങ്ഷണാലിറ്റീസ് ആഡ് ചെയ്യും. ഇൻക്രിമെന്റ്. തേർഡ് മോഡൽ is integration and configuration. This approach relies the availability of reusable components or systems. Okay, they can make use of effective resources. Reuse ആണ്, integration and configuration. Reuse the components, reusable components of the system. ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള കോമ്പണൻസിനെ റീയൂസ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാം. അതായത് അതേ കോമ്പണൻസിനെ തന്നെ വീണ്ടും മോഡിഫൈ ചെയ്യുക, അല്ലെങ്കിൽ വീണ്ടും യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത്തരം മോഡൽസ് ആണ് എന്ത്? ഇന്റഗ്രേഷൻ ആൻഡ് കോൺഫിഗറേഷൻ മോഡൽ. The system development process focused on configuring these components for use, new setting and integrating them into a system. എന്താ ചെയ്യാം? നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനെ തന്നെ സെറ്റ് ചെയ്തിട്ട് they can integrating them and useful to a system. റീയൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ മെത്തേഡ്സിന് വേണ്ടിയിട്ടും പുതിയ ഫീച്ചേഴ്സ് പുതിയ കോമ്പണൻസ് കണ്ടുപിടിക്കലല്ല, ഓൾറെഡി ഉള്ള കോമ്പണൻസിനെ തന്നെ റീയൂസ് ചെയ്യാം, മേക്ക് യൂസ് ചെയ്യാം. അപ്പൊ എന്തായിരിക്കും? ആ മാക്സിമം കോമ്പണൻസിനെ യൂസ് ചെയ്തതിനു ശേഷം അത് ഔട്ടായി കഴിഞ്ഞാൽ മാത്രമേ വേറൊരു കോമ്പണൻസിന്റെ ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ഹലോ? യെസ് മാം.